പടം സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പക്ഷേ കുറച്ചുകൂടെ സിമ്പിൾ ലൈക്ക് ഫീൽ ഗുഡ് പരിപാടിയാണ്. കുറച്ചുകൂടെ ഒരു വെക്കേഷൻ മൂഡ് പരിപാടിയാണ്. ഹൈ പരിപാടി ഒന്നല്ല, ബട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. നല്ല പരിപാടിയുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല നൈസാണ്. നല്ല കോമഡി പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ബോക്സിംഗ് റിംഗ് വാസ് റിയലി ഗുഡ്. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. എന്തായിരുന്നു, ഖാലിദ് റഹ്മാൻ്റെ മുമ്പത്തെ എല്ലാ പടങ്ങളും ഡിഫറെൻറ്റ് പടങ്ങളാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു ഡിഫറെൻറ്റ് കോമഡി ബോക്സിംഗ് പടമാണ്. നല്ല രീതിയിൽ വർക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും നസ്ലിൻ ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് പ്ലേ ചെയ്യണത്. ആൾ നല്ലൊരു ഒരു കോമഡി ക്യാരക്ടർ തന്നെ, പക്ഷെ അത് ആൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്യൂച്ചർ സ്റ്റാർ തന്നെയാണ് വരാൻ പോകുന്നത് മലയാള സിനിമയിൽ. നല്ല സിനിമ തന്നെയായിരുന്നു. പടം കൊള്ളാം കേട്ടോ. നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ട്, പക്ഷെ കൊള്ളാം. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എൻഗേജിങ് ആയിട്ടുണ്ട്. പിന്നെ തല്ലുമാലണക്കൊക്കെ ഉള്ള ഒരു അതാണൊക്കെ ഒരു സംഭവം പോലെ തോന്നി. കഥയെക്കാട്ടി കൂടുതലും അത് നമുക്ക് നല്ലപോലെ എൻഗേജ് ആയിട്ടിരിക്കാൻ പറ്റും. എങ്ങനെയുണ്ട് നല്ല പടം? കൊള്ളൂല ബ്രോ. എന്ത് പറ്റി? ഒട്ടും പോരാ. ഒരു സ്റ്റോറി ഒന്നുമില്ല. ഒന്നും പ്രതീക്ഷകൾ കൂടി പോയതാണോ? പ്രതീക്ഷകൾ കൂടി പോയി. അതാണ് മണിയേറ്റ്. കൊള്ളാം. നല്ല സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല മേക്കിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ. പടം കൊള്ളാം. നല്ല പടമാണ്. നല്ല ബോക്സിങ്, നല്ല അഡ്രിനാലിൻ, നല്ല പടമാണ്. നല്ല ആക്ഷനാണ്. നസ്ലിനൊക്കെ കൊള്ളാം. കോമഡി ഉണ്ട്, ആക്ഷനും ഉണ്ട്. ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി. നല്ല കിടിലൻ പടമാണ്. എല്ലാവരും പോയി കാണണം. സൂപ്പർ പടമാണ്. എല്ലാവരും പോയി കാണണം. ഒന്നും പ്രത്യേകിച്ചൊന്നും പറയില്ല. നല്ല സിനിമയാണ്. പടം അടിപൊളിയാണ്. ഞാനതിനകത്ത് റെസ്ലിങ്ങിൻ്റെ ആ ത്രോ ചെയ്തത് ഞാനാണ്. ആ ഒരു ട്രെയിലറിനകത്തൊക്കെ ഒന്നുമില്ല, അത് ഞാൻ ആക്ട് ചെയ്തത്. മസ്റ്റ് വാച്ചാണ്. അടിപൊളി പടമാണ്. നസ്ലിനൊക്കെ പൊളിയാണ്. ഒരു രക്ഷയില്ല. കൊള്ളാം കേട്ടോ. കൊള്ളാം. എന്താ പടത്തിൽ? എല്ലാം നല്ല. എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നു. നസ്ലിനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഓവറോൾ എങ്ങനെയുണ്ട്? ഒരു ഇടി പടമാണോ അതോ അല്ലെങ്കിൽ? അല്ല ഡ്രാമ, സ്പോർട്സ് ഡ്രാമയാണ്. കൊള്ളായിരുന്നു. നസ്ലിൻ ഫാൻസ് ആണോ? അങ്ങനെയൊന്നും ഇറങ്ങി. എങ്ങനെയുണ്ട്? ഒരു കംപ്ലീറ്റ് ഇടി പടമാണോ അല്ലെങ്കിൽ? അങ്ങനെയൊന്നുമില്ല, ഒരു മോട്ടിവേഷൻ പോലെ. നന്നായിട്ടുണ്ട്. എല്ലാരും കാണണം. കണക്ട് ആവും. അപ്പൊ നമ്മളെപ്പോഴും ടീനേജേഴ്സിനൊക്കെ ഒക്കെയാണ്. നൈസാ. ബോക്സിങ്ങിനെ പറ്റിയിട്ടാ. ഫുള്ള് ബോക്സിംഗ് ആണ് പടം. കൊള്ളാം. നല്ല പടം. സൂപ്പർ. ശരിക്കും പടം തുടങ്ങി ഫുള്ളും ബോക്സിംഗ് വെച്ചാൽ ഇടിപ്പളം എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് സ്റ്റൈൽ ഓഫ് സബ്സ്റ്റൻസ് ആണ്, എന്നാൽ ഒട്ടും ബോറില്ല, ലാഗില്ല. നൈസ് പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് നസ്ലിനൊക്കെ? നസ്ലിൻ നൈസായിരുന്നു. മൊത്തത്തിൽ സിനിമാറ്റോഗ്രഫി ഒക്കെ നല്ലത്. എങ്ങനെയുണ്ട് നസ്ലിനൊക്കെ? എങ്ങനെയുണ്ട്? അതെ. നസ്ലിനൊക്കെ അതെ, എല്ലാവരും കൊള്ളാം. ഒരു കംപ്ലീറ്റ് ഇടി പടമാണോ അല്ലെങ്കിൽ? എല്ലാം ഉണ്ട്. കോമഡി ആണെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാം. നല്ല പടമാണ്. ഫണ്ണാണ്. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താ പടത്തിൽ എടുത്ത് പറയാനായിട്ടുള്ളത്? പുറത്തെ എടുത്ത് മേക്കിംഗ് നല്ല രസമാണ്. നസ്ലിൻ എല്ലാവരും കാസ്റ്റൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ തല്ലുമാലയുടെ അങ്ങനെ ഒരു റേഞ്ചിൽ വരില്ല. അത്രേ ഉള്ളൂ. ഒരു കോമഡി പടമായിട്ട് കാണാമോ അതോ? അത്യാവശ്യം ചിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. അത്യാവശ്യം മാസൊക്കെ ഉണ്ട്. എങ്ങോട്ട്? ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തെ കംപ്ലീറ്റ് ഒരു ബോക്സിംഗ് പടമാണോ അല്ലെങ്കിൽ? കുറെ ചില ഇടത്തൊക്കെ നമുക്ക് ഇടിക്കാൻ തോന്നും. അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട് പടം. നൈസ് ഫിലിമാണ്. കൊള്ളാം. നൈസ് ഫിലിമാണ്. കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് നസ്ലിനൊക്കെ? നസ്ലിൻ കൊള്ളാം. നസ്ലിനൊരു അടുത്തൊരു കിടല സ്റ്റാർ ആവാനുള്ള മെറ്റീരിയലാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. എന്താണ് എടുത്ത് പറയാനായിട്ട്? നല്ല എനിക്കിഷ്ടപ്പെട്ട്. നല്ല ഫൈറ്റ്. തിയേറ്റർ മസ്റ്റ് വന്ന് കാണണം. ഒരു കംപ്ലീറ്റ് ഇടി പടമാണോ അല്ലെങ്കിൽ?